അപ്പം മുത്തുമണികളെ വെള്ളം ഇതങ്ങനെ തിളക്കണം. അപ്പം നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് കൂവപ്പൊടി നല്ല കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു നല്ലൊരു സ്മൂത്തി നമുക്ക് ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റാട്ടോ. ഇളനീ ജ്യൂസിനെയൊക്കെ മറിച്ച് വെക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ 2 സ്പൂണ് കൂവപ്പൊടി ഞാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഇതുണ്ട്, ബിസ്മില്ലാഹിർ അതായി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ വെക്കാതെ തന്നെ ഇളക്കണം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാക്കണോ, നമ്മളെ കൂവപ്പൊടി ഉണ്ടോ, ഇതുണ്ടോ, ഇത് ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി വെക്കും. നമ്മൾ കൂവപ്പൊടിയൊന്നും വീട്ടിലിരിക്കില്ല. ഇനി പെട്ടെന്ന് ആരെങ്കിലും വരികയാണ്, നമുക്ക് ജ്യൂസ് അടിക്കാൻ സാധനം ഇല്ലേനും നമുക്ക് പെട്ടെന്ന് ട്രൈ ആക്കാം കേട്ടോ. എത്രയും പെട്ടെന്ന് ട്രൈ ആക്കാം. ജ്യൂസ് അടിക്കാൻ സാധനം ഇല്ലയെന്ന് വെച്ചാൽ 2 സ്പൂണ് കൂവപ്പൊടി എടുക്കുക, കലക്കുക, വെക്കുക. വെച്ചിട്ട് വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസും വെള്ളത്തിൽ ഇത് ഇങ്ങനെ ആ പാത്രത്തോടൊക്കെ അടച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചൂടാറി കിട്ടും. അപ്പോൾ ആ ചൂടാറിയിട്ട് പഞ്ചസാര തേനോ എന്താ വേണ്ട വെച്ചാൽ ഒഴിച്ചിട്ട് നമുക്ക് നല്ല സ്മൂത്തി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 വിധ സ്മൂത്തിയാണ് ഇവിടെ തയ്യാറാക്കി കാണിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും മക്കൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ടേസ്റ്റ് ഒക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് വന്നിട്ടുണ്ട്, നമുക്കിത് ചൂടാറാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കി വെച്ചത് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 3 ഐറ്റം ഷെയ്ക്കാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാ മക്കളും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതാ കൂവപ്പൊടി ചൂടാറിയത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. പഞ്ചസാര വേണ്ടവർക്ക് ഇടാം കേട്ടോ. ഇതിലേക്ക് പഞ്ചസാര എല്ലാം ഇടുന്നത്. ഇതാ നമ്മൾ തേനാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തേന് മധുരത്തിന് ആവശ്യത്തിന്. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന പാലാണ്. പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്ന പാലാണ് ആവശ്യത്തിന്. നമുക്കത് അടിച്ചെടുക്കുക. ഒരു ഗ്ലാസ് പാല്, ഒരു ഗ്ലാസ് കൂവപ്പൊടി ആണ് ചേർക്കണേ. ഒരു ഏലക്കായ ഇടുക. നമുക്ക് ഒരു ഏലക്കായ ഇട്ട് കൊടുക്കുക. നമുക്കിത് അടിച്ചെടുക്കുക. ഇതിലെ ഐസ് 5 മൂട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി അടിച്ചെടുക്കുക. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ തയ്യാറാക്കണം നോക്കുക. അടുത്തത് നമ്മളിതാ ഒരു ഗ്ലാസ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈത്തപ്പായാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈത്തപ്പായ അല്ല ഇടുന്നത്. ഈത്തപ്പായ ഇട്ടാൽ മതി. ഇത് അതിൻ്റെ സർപ്പ് ഇവിടെ ഉണ്ട് ഈത്തപ്പായത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. മധുരത്തിന് ആവശ്യമില്ല, പഞ്ചസാര ചേർക്കണില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഈ ഷെയ്ക്കൊക്കെ ബദാമാണ് കേട്ടോ. ഇതാണ് ബദാം. ഇനി ഇതിലേക്ക് ഏലക്കായ ഇടരുത്. ഇനി നമുക്ക് ആവശ്യത്തിനില്ലേ ഐസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 6-7 മൂട് ഐസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നാക്കി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടില്ലേ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായ 2 ഷെയ്ക്ക് ഇവിടെ റെഡിയായി. 3ാമത്തെ ഷെയ്ക്ക് നമുക്ക് ഉണ്ടാക്കുക. അതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഏലക്കായ 1 ഇട്ട് കൊടുക്കുക. പാൽ ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്ലാസ് പാലാട്ടോ ഒഴിച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മളെ 2 സ്പൂണ്, വലിയ സ്പൂണ് 2 സ്പൂണാണ് ഇത് എടുത്തിന്. അപ്പോൾ ഫുള്ളായിട്ടൊക്കെ തുടച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാൽ കൂവപ്പൊടിയൊക്കെ തുടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ.
5 മൂട് ഐസ് ഇട്ട് കൊടുക്കുക. നമുക്ക് അപ്പോൾ നമ്മളെ മൂന്നാമത്തെ ഷേക്ക് ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതെല്ലാം അത് മൂന്നും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈത്തപ്പായം ഇട്ടാൽ മതി അതിൻ്റെ സർപ്പില്ലെങ്കിൽ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3 ഐറ്റം ഷേക്കാണ് നമ്മൾ കൂവപ്പൊടി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 3 വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാ മക്കളും തയ്യാറാക്കി നോക്കുക. നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ എല്ലാവരും ചെയ്യുക. മാക്സിമം അമ്മാൻ്റെ വീഡിയോ എല്ലാവരേക്കും എത്തിക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മളെ ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യും.